ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കാശിമോനെ അമ്മേൻ്റെ അടുത്താക്കിയിട്ട് ഞങ്ങൾ ഇന്ന് പുറത്ത് പോയി വരികയാണ് കേട്ടോ. തുമ്പിമോളും ഉണ്ട് ഞങ്ങളെ കൂടെ. തുമ്പി ഒരു ഹായ് പറയ്. ഹായ്. കാശിമോ ഹായ് പറയാനൊന്നും ആയിട്ടില്ല കേട്ടോ. കാശിമോൻ അമ്മേൻ്റെ അടുത്താക്കും. ഇപ്പം അവൻ കാശിമോൻ അറിയില്ലല്ലോ, അമ്മേൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് അറിയാൻ അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹായ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും അനിയനും തുമ്പിമോളും ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. പക്ഷെ പോകാൻ പറ്റിയില്ല, കാരണം വഴിയിൽ വെച്ച് നല്ല മഴക്കാറ് കണ്ട്. അപ്പോൾ അത് അനിയൻ നേരെ ലുലുമാൾ കയറ്റി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതിലിരിക്കണോ? ഇത് കുട്ടിക്ക് ഇരിക്കാനുള്ളല്ലോ, സാധനം വാങ്ങാനുള്ളല്ലേ. കൂടെ പോവാ, അമ്മയ്ക്ക് വഴി അറിയില്ല, എനിക്കറിയാം. ഏത് കൂടിയാ വന്നിനിയോ? തുമ്പിമോൾ ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്, അതാണ് കേട്ടോ അവൾ പിടിച്ച് കൊണ്ടുപോകണത്. അമ്മ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഇവിടെ ഉദ്ഘാടനം നടന്നത്. അപ്പം നല്ല റഷ്യാണ്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് കണ്ടപ്പോൾ അവൾ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുക. അവളത് വേണ്ടാന്ന് പറയാൻ കാരണം അതിനും വലുത് അവൾ വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ്. ഇങ്ങോട്ട് നോക്കി തുമ്പി, ഇങ്ങോട്ട് നോക്കി. വളവിലാരാ? കേരളത്തിന്റെ കിട്ടും കറക്കാനുള്ളത് ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ത്യത്തിനുള്ളിലല്ലേ. അങ്ങനെ അവിടെയൊക്കെ നടന്ന് കുറേ സാധനങ്ങൾ കണ്ടു. ഇങ്ങനെ നടക്കുകയാണ്, അതിൻ്റെ ഇടയിലാണ് കേട്ടോ മീനിൻ്റെ ഇത് കാണുന്നത്. അങ്ങനെ അവിടേക്ക് പോയിട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഓരോന്ന് കാണാൻ. ആരായാലും വാങ്ങിപ്പോവും. അങ്ങനെ കേക്കിൻ്റെ സെക്ഷൻ എത്തി. തുമ്പിമോക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ആദ്യം വാങ്ങി. ഇവിടെ സെൽഫ് പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ, അതൊന്ന് ട്രൈ ചെയ്ത് അനി അതിൽ സക്സസ് ആയി. അങ്ങനെ ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ നടത്തി ഇറങ്ങി കേട്ടോ. കേക്ക് വാങ്ങി നേരെ ഫുഡ് കോർട്ടിലേക്ക് ഞങ്ങൾ പോയേ. കണ്ടോ പുറത്ത് നല്ല മഴയാണ്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ഒരു കണക്കിന് നന്നായിട്ടോ, ഇല്ലെങ്കിൽ നല്ല മഴ കിട്ടീനി. അങ്ങനെ തുമ്പിമോക്ക് ഐസ്ക്രീം വേണം തന്നെ, അതൊക്കെ വാങ്ങി തുമ്പിമോൾ അത് കഴിക്കുകയാണ്. കൊടുത്ത് കൊടുക്കും. അത് ബബിൾ ടീ ആണ്. തുമ്പിമോൾ ഇതിൻ്റെ മുന്നേ വന്ന സമയത്ത് അത് കുടിച്ചിട്ടുണ്ട്. അപ്പം അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങി നോക്കിയതാട്ടോ. സംഭവം നൈസാണ്, അടിപൊളിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ കളിക്കണം അവിടേക്ക് കയറി. അവളാണ് എല്ലാ വണ്ടിയിലും ഒന്ന് കയറി നോക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, അവിടെ പേയ്മെൻറ്റൊക്കെ നടത്തണം. അതിൻ്റെ മുന്നേ ഇവൾ വന്ന് ഇവിടെ കളിച്ചൊക്കെ പോയതുകൊണ്ട് ഉള്ളിലേക്ക് കയറണം എന്നുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇവിടെ മുന്നിൽ ഷോയ്ക്ക് വേണ്ടി വെച്ച കുറച്ച് വണ്ടികളുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് കയറി എല്ലാതും ഒക്കെ ഒന്ന് നോക്കി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കിട്ടും. മോളെ കൂട്ടാൻ കുറച്ച് പാട് കിട്ടണം വണ്ടിയിൽ നിന്ന് ഇറക്കാനൊക്കെ. അങ്ങനെ അതാ ഒറ്റയ്ക്ക് എസ്കുലേറ്ററിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തത്. ആ കയറുന്ന സമയത്ത് വീണിട്ടുണ്ടെങ്കിൽ ഈ പല്ല് കാട്ടിലുള്ള ചിരിയൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് അവൾക്ക് കൂടെ ഇതിൻ്റെ കൂടെ സ്റ്റെപ്പ് ഇറങ്ങി പോവും വേണം. അത് കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇത് എസ്കുലേറ്ററിന് ചാടി ഇറങ്ങുകയാണ് അടുത്തത്. കണ്ടോ, അവിടുന്ന് നേരെ പിന്നെ ഞങ്ങൾ നോക്കി വെച്ച ബുക്കിൻ്റെ സെക്ഷനിലേക്ക് പിന്നെയും ഞങ്ങൾ റിട്ടേൺ അടിച്ച് വന്നേ. ഞാൻ നോക്കി വെച്ച സാധനങ്ങളൊക്കെ വാങ്ങി. എന്താണ് ബാലരാമ പറഞ്ഞ? വെറുതെ അവൾ പറഞ്ഞപ്പോൾ ബാലരാമ ഞാനും ഒന്ന് വാങ്ങിയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവൾക്ക് വേണ്ടതൊക്കെ കിട്ടിയപ്പം പോകാനുള്ള തിരക്കായിട്ട് അതാണ് അവൾ ഓടി പോവാണ്. പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് അനിയൻ്റെ ഫ്രണ്ട് ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ അവൻ്റെ കാറിനാണ് കേട്ടോ ഞങ്ങൾ പോണത്. ഇപ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് 2 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോണത്. അങ്ങനെ ബുക്ക് കവർ ചെയ്യാൻ വേണ്ടി വാങ്ങിയതിൻ്റെ കേസ് അവൾക്ക് വീർപ്പിക്കണം എന്ന് പറഞ്ഞ് അത് കാറിലിരുന്ന് വീർപ്പിക്കലായി എനിക്ക് കിട്ടിയ പണി കേട്ടോ. അത് അവൾക്ക് കളിക്കാനും അത് കഴിഞ്ഞ് പൊട്ടിക്കാനും ഒക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവൾക്കത് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ അവളുടെ ഇഷ്ടത്തിന് അതൊക്കെ ചെയ്ത് കൊടുത്ത് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവളത് മാമനൊക്കെ കാണിക്കുകയാണ് കേട്ടോ. നല്ല കളിയാണ് അത് കാറിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ആൾ. അപ്പോൾ മാമനല്ല ആൾ, മാമൻ ഓളം കാട്ടിയും ചെറിയ ആളാണല്ലോ. അതിപ്പോൾ കാട്ടിത്തരാം ഞാൻ നിങ്ങൾക്ക്. കണ്ടോ അവൻ്റെ നഖം കൊണ്ട് അത് പിടിച്ച് പൊട്ടിച്ച്. പിന്നെ അവളുടെ കരച്ചിൽ മാറ്റാൻ റൂഫൊന്ന് ഓപ്പൺ ആക്കി കൊടുത്ത് ആളാ പിന്നെ ഹാപ്പി ആയി. എന്നാൽ പിന്നെ അവനെ വെറുപ്പിക്കൂലല്ലോ. അങ്ങനെ അവളെ സോപ്പടിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ണിക്കുട്ടനെ നന്നാക്കി അറിയാം. അത് കഴിഞ്ഞ് ബാലരമേൻ്റെ ചർച്ചയായിട്ടോ. ബാലരമക്കാരാണ് ഞങ്ങൾ നൈസായിട്ടൊന്ന് പറ്റിക്കും. കണ്ടോ ബാലരമയിലൊന്നും കിട്ടില്ല. അങ്ങനെ പോയി ഞങ്ങൾ ഇതാ ബീച്ച് സൈഡിൽ എത്തിയിട്ടോ. ഫുഡ് അടിക്കാൻ ഇതുവരെ ഞങ്ങൾ കയറിയിട്ടില്ല. അങ്ങനെ ഇതാ നല്ല പോക്ക പോണേ. ഒരു പാർക്കിംഗ് സെക്ഷൻ ഇതുവരെ കിട്ടാത്തതുകൊണ്ടാണ്. അങ്ങനെ പോയി ഞങ്ങളിതാ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിലാണ് കേട്ടോ അവസാനം എത്തിപ്പെട്ട്. ബിരിയാണി കഴിക്കാനാ? അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി
അനിയനാണെങ്കിൽ ബീഫ് ബിരിയാണിയാണ് അവൻ്റെ ഫ്രണ്ടും കഴിക്കണത്. അവർക്ക് വേഗം കിട്ടി. ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിഞ്ഞ് തുമ്പിമോളാണ് ഈ വീഡിയോ എടുക്കുന്നത്. ചിക്കൻ ബിരിയാണിക്ക് വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തലശ്ശേരി ബിരിയാണിയാണ് വന്നത്. തുമ്പിമോൾ വെയിറ്റ് ചെയ്തിരിക്കണ്ടോ, കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു. അരമണിക്കൂറോളം അവിടെ ഇരിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് കിട്ടാൻ. അപ്പോഴത്തിന് അനിയനും ഫ്രണ്ടും കഴിച്ച് കാറ് കയറിയിട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോണ വഴിക്ക് തുമ്പിമോൾ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി. ഞങ്ങൾ വേഗം വീട്ടിലെത്തിയാൽ പിന്നെ വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കണമല്ലോ. അങ്ങനെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ടോ, ബില്ലിൽ പറഞ്ഞതൊക്കെ ഉണ്ടോ എന്നുള്ള ചെക്കിങ്ങിലാണ് കേട്ടോ അടുത്ത പരിപാടി. ഈ ചെക്കിങ്ങിൻ്റെ ഇടയിൽ തുമ്പിമോൾ വന്നിട്ട് അവളുടെ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകലും പിടിയും വലിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കണ്ടോ അവളുടെ കലാവാസന അതിൻ്റെ ഇടയിൽ കൂടിയും കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കണ്ടോ അവൾ ചിത്രവരയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ അപ്പോൾ എല്ലാ ബുക്കൊക്കെ ചെക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ അവൾ ചോദിക്കുകയാണ് ഞെട്ടുവിനുള്ള സാധനം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതും അതിൻ്റെ ഇടയിലൊക്കെ നോക്കിയൊക്കെ സെറ്റാക്കി കേട്ടോ. അങ്ങനെ കുറച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഷൂ, സോക്സ്, ഫാൻസി ഐറ്റംസ്, കോട്ടൊക്കെ വാങ്ങിക്കാനുണ്ട്. ഈ പ്രാവശ്യം അവൾക്ക് ബാഗ് വാങ്ങിക്കൊടുത്തത് അവളുടെ വെല്ലിച്ചനാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ബുക്ക് കവർ ചെയ്യാണ്, സ്റ്റിക്ക് ചെയ്യണത് വാങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല. എനിക്കതിൻ്റെ ഓർമ്മ ഇല്ലേനി ഒന്നാമത്. അങ്ങനെ ബുക്കൊക്കെ കവർ ചെയ്ത് തുമ്പിമോക്ക് കഴിഞ്ഞുള്ള മുതൽ ഞാൻ തുടങ്ങിയതാണ് കേട്ടോ. എനിക്ക് ചട്ടിടാനൊന്നും അങ്ങനെ അറിയില്ല. പക്ഷെ ഒക്കെ ശീലമാവേണ്ട മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാരങ്ങനെ ചെയ്തു തരുമ്പോൾ അത് അറിയില്ല എന്ന് പറഞ്ഞ മാതിരി അവളുടെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ അവളുടെ പേര് എഴുതുകയാണ്. പേര് എഴുതുമ്പോൾ അവൾക്ക് ഓരോ പിങ്കാണ് മെയിൻ കളറ്. അത് കഴിഞ്ഞ് വേറെ എല്ലാ കളറിലും അവൾക്ക് പേരൊക്കെ എഴുതി കൊടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ അവൾക്ക് LKG എടുത്ത കാര്യങ്ങൾ അവളെ കൊണ്ട് ഒന്ന് എഴുതിക്കാൻ കേട്ടോ. ആൾ എഴുതിയൊക്കെ തരുന്നുണ്ട്. മലയാള അക്ഷരമാലയാണ് ആൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട്. ബാക്കിയൊക്കെ സെറ്റാക്കി കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ പർച്ചേസിങ് വിശേഷം.